ഇതുവരെ കാണാത്ത മഹാപ്രളയത്തിൽ അനാഥമാക്കപ്പെട്ട ഒരു നാടിന്റെ നഷ്ടങ്ങളുടെ ദുരന്തഭൂമിയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. വയനാട്ടിൽ സമാനതകളില്ലാത്ത മഹാദുരന്തത്തിൽ ഒറ്റപ്പെട്ട് തരിച്ചുപോയൊരു നാട്ടിൽ ഈ നാടിന് നട്ടലായ കൃഷിഭൂമികളൊക്കെ ഇപ്പോൾ ശ്മശാന ഭൂമികളാണ്. വീടുകൾ വിലാപ കേന്ദ്രങ്ങളാണ്. മണ്ണിന്റെ മുറിവിലാണ് വയനാട് ഒരിക്കൽ കൂടി ഇപ്പോൾ ചുവന്നിരിക്കുന്നത്. കീറിപ്പറഞ്ഞു നിൽപ്പാണ് വയനാടിന്റെ ഭൂമി. ബാണാസുര സാഗർ ഈ നാടിന്റെ വിലാപമായി, കബനി ഈ നാടിന്റെ കണ്ണുനീരായി. എങ്ങനെ വീണ്ടെടുക്കാം പഴയ വയനാടിനെ? മാതൃഭൂമി ന്യൂസിന്റെ പ്രത്യേക ചർച്ച ഒരുമിക്കാം മുന്നേറാം ചർച്ച ഇവിടെ തുടരുകയാണ്. രാഷ്ട്രീയം പറയുന്നില്ല, പക്ഷേ രാഷ്ട്രീയം പറഞ്ഞാൽ നമ്മുടെ ക്രിയാത്മകമായ വയനാടിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള ചർച്ചകളുടെ സമയം അത് വല്ലാതെ കൗരുമെന്ന് വിനയപൂർവ്വം ഓർമ്മിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന വയനാട്ടുകാരാണ്. ഇവരിൽ ഒരുപാട് ദുരന്തബാധിതരുണ്ട്, ഇപ്പോഴും ക്യാമ്പിൽ കഴിയുന്നവരുണ്ട്. അവർ തന്നെയാണ് ഈ ചർച്ചയുടെ ശബ്ദം, അവരാണ് ഈ ചർച്ചയുടെ അവതാരകർ. നമ്മുടെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക്, കാണികളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. MLA-മാരായ ശ്രീ CK ശശീന്ദ്രൻ, ശ്രീ OR കേളു, സബ് കളക്ടർ ശ്രീ NSK ഉമേഷ്, DMO ശ്രീമതി R രേണുക, മണ്ണ് സംരക്ഷണ ഓഫീസർ ശ്രീ PU ദാസ് അടക്കം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമുണ്ട്. എല്ലാവർക്കും നിങ്ങളുടെ സംശയങ്ങൾ, ആശങ്കകൾ, ആവലാതികൾ, പരിഹാരങ്ങൾ, പരാതികളൊക്കെ അവരോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വേദിയായി ഈ ചർച്ചയെ മാറ്റണം എന്ന് അപേക്ഷിക്കുകയാണ്. ആദ്യം വയനാട്ടുകാരിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ CK ശശീന്ദ്രൻ, എന്താണ് ഇപ്പോഴത്തെ പുനരധിവാസത്തിന്റെ അവസ്ഥ? എത്ര പേരാണ് ഇപ്പോൾ ക്യാമ്പിലുള്ളത്? എത്ര പേർക്കാണ് വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടത്? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് നമ്മുടെ നാട് നേരിട്ടത്. വയനാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഫലമായിട്ട് വലിയ രീതിയിലുള്ള ആശ്വാസങ്ങൾ ജനങ്ങൾക്ക് താൽക്കാലികമായി എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 36,000-ൽ പരം ആൾക്കാർ ക്യാമ്പുകളിൽ കഴിയുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ക്യാമ്പിൽ കഴിയാത്ത കുറേ ആൾക്കാർ സ്വന്തം ബന്ധുവീട്ടുകളിലും മറ്റും സ്വയം മാറി താമസിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ 78 കുടുംബങ്ങൾ, 213 അംഗങ്ങൾ മുപ്പയനാട്, വൈത്തിരി, പൊഴുതന, തവിഞ്ഞാൽ, തിരുനെല്ലി തുടങ്ങിയ പഞ്ചായത്തുകളിലായിട്ട് ക്യാമ്പിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പുനരധിവാസം, അവർക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, വീടില്ല, വീടുണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. താൽക്കാലികമായി അവരെ വിവിധ കേന്ദ്രങ്ങളിൽ പുനരധിവാസം നടത്തിയിരിക്കുകയാണ്. അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത് വരെ അവരവിടെ താമസിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ആ ഉത്തരവാദിത്വം പഞ്ചായത്തുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പുനരധിവാസത്തിൻ്റെ ചുമതല മാത്രമാണ് പഞ്ചായത്തുകൾക്കുള്ളത്. ബാക്കി ചുമതലയെല്ലാം ഗവൺമെൻറ്റാണ്. അവർക്ക് ഭക്ഷണം, മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ് തന്നെയാണ്. ആ രീതിയിൽ 78 കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പിൽ കഴിയുകയാണ്. ശരി, ദയവ് ചെയ്ത് രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോകാതിരിക്കാൻ. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സമയം അത് വല്ലാതെ കവരും. ആദ്യ ചോദ്യത്തിൽ ഉറപ്പായും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനാണ് ഈ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇരിക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് ചോദിക്കൂ. ഹലോ, ഞാൻ പനമരത്തു നിന്നാണ് വരുന്നത്. ഏകദേശം 1400ഓളം ആളുകൾ പ്രയാസപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി ക്യാമ്പിൽ കഴിഞ്ഞ്, അതായത് പനമരത്ത് ഏകദേശം 5 ക്യാമ്പാണ് നടന്നത്. ക്യാമ്പിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരു ചാരിറ്റി പ്രവർത്തനം കൂടിയാണ്. ആ രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ നടന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഏകദേശം 9 വീട് പനമരത്തിൻ്റെ ഈ കീഞ്ഞിക്കടവ് അതുപോലെ പരക്കുനി ഭാഗങ്ങളിൽ പാടെ തകർന്നിട്ടുണ്ട്. അവർ ഈ സമയം വരെ, ഇപ്പോൾ ഞാൻ വരുന്ന വൈകിട്ട് 5 മണിക്ക് അവർക്ക് ആ ഭാഗത്തുള്ളവർക്ക് ഫ്ലൈവുഡ് വീട്ടിൽ കട്ടിൽ നഷ്ടപ്പെട്ട് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ട് എമർജൻസി ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ പറയാൻ വേണ്ടി ഇങ്ങനെ അറിഞ്ഞിട്ട്, അപ്പോൾ അവർക്ക് ഇന്ന് വരെ ഒരു സഹായം അവിടെ കിട്ടിയിട്ടില്ല. സഹായം മീൻസ് വീട് മാറ്റിപ്പാർപ്പിക്കാനുള്ള അവർ സ്വന്തം വേറെ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും പഞ്ചായത്തോ മറ്റുള്ളവരോ ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയണം. രണ്ടാമത്തത്, നമ്മുടെ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വീടുകൾ, താൽക്കാലിക വീടുകൾ പഞ്ചായത്താണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്, ഇത് ഞങ്ങൾ തരും, താൽക്കാലിക ഷെഡ് ഞങ്ങൾ തരും, പക്ഷേ അതിനുള്ള ലേബർ ചാർജ് നിങ്ങൾ എടുക്കണമെന്ന് ഒരു പറഞ്ഞിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു മാസങ്ങളാണ് കഴിഞ്ഞു പോയത്. വളരെ പ്രയാസത്തിലായിരുന്നു. വെള്ളപ്പൊക്കം കൊണ്ട് ഓക്കെ, രണ്ടാമത്തെ ഒരു പണി എടുക്കാൻ പറ്റാത്ത ആളുകളാണ്. അപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൽ വീട് തകർന്നവൻ ഈ താൽക്കാലിക ഷെഡിന് ലേബർ ചാർജും കൂടി കൊടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ കാര്യത്തെക്കുറിച്ചും ഒന്ന് അറിഞ്ഞാൽ വളരെ നന്നായിരിക്കും. വാസ്തവമുണ്ടോ? നമസ്കാരം. ഇതിൽ 2 കാര്യങ്ങൾ പറയാനുണ്ട്. പനമരം മാത്രമല്ല, നമ്മുടെ ജില്ലയിൽ നമ്മൾ ലൈഫ് മിഷൻ മുഖാന്തരം എടുത്ത ലിസ്റ്റ് പ്രകാരം ഏകദേശം ഒരു 600ഓളം താൽക്കാലിക ഷെൽട്ടേഴ്സ് നിർമ്മാണിക്കാൻ ആവശ്യമുണ്ട്. ഞങ്ങൾ വി ഫോർ വയനാട് എന്നൊരു പ്ലാറ്റ്ഫോം മുഖാന്തരം ഇപ്പോൾ ഏകദേശം
8-9 സന്നദ്ധ സംഘടനകൾ, പ്രോജക്റ്റ് വിഷൻ, പിന്നെ സീഡ്സ്, ഇതുപോലെ കുറേ സംഘടനകൾ താൽക്കാലിക ഷെൽട്ടേഴ്സ് നിർമ്മാണിക്കാൻ തയ്യാറായിട്ടുണ്ട്. പ്രവർത്തനം തുടങ്ങിയിട്ടുമുണ്ട്, കുറേ ജില്ലയിൽ കുറേ ഭാഗങ്ങളിൽ തുടങ്ങിയിട്ടുമുണ്ട്. സോ ഇവർ പറയുന്ന ഈ കാര്യം ഇപ്പോൾ മൺഡേ ഓർ ട്യൂസ്ഡേ ഞങ്ങൾ ഇതുപോലെ കുറേ സന്നദ്ധ സംഘടനകളുണ്ട്, 9 സംഘടനകളുണ്ട്, അവരെല്ലാം വിളിച്ചു പണമടയ്ക്കണം എന്ന് പറയുന്നത് ശരിയാണോ? പണമടയ്ക്കണം എന്ന് പറയുന്നത് ഇല്ല, ഫസ്റ്റ് കാര്യം ഞാൻ പറയാം. 8 സംഘടനകൾ വിളിച്ച് ഒவ்வொரு സംഘടനയ്ക്കും ഒരു 2-3 പഞ്ചായത്ത് കൊടുത്ത് അവിടെ ഈ താൽക്കാലിക ഷെൽട്ടേഴ്സ് ചെയ്യാൻ സംവിധാനം 2 ദിവസത്തിൽ തന്നെ ചെയ്യും. അത് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ, ലേബർ ചാർജ് NREGA മുഖാന്തരം ചെയ്യാം, അവർ അടയ്ക്കേണ്ട ആവശ്യം വരില്ല. വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് ആ സംഘടനയാണ്. പിന്നെ അതിലുള്ള ലേബർ ചാർജസ് NRG തൊഴിലുറപ്പ് പദ്ധതി മൂലം തന്നെ ലേബർ അവർക്ക് പൈസ കൊടുത്ത് ചെയ്യാൻ സംവിധാനം ചെയ്യും. ഒരിക്കലും കുടുംബങ്ങൾ ലേബർ ചാർജ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഗവൺമെൻറ് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പഞ്ചായത്തുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകൾക്ക് പണം വകമാറി ചെലവാനുള്ള എല്ലാ ഉത്തരവും കൊടുത്തിട്ടുണ്ട്. അവർക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എനിക്കറിയാം, വൈത്തിരി എൻ്റെ മണ്ഡലത്തിലുള്ളതാണ്. അവിടെ സാധനങ്ങളെല്ലാം ചില സംഘടനകൾ കൊണ്ടു കൊടുത്തു. പഞ്ചായത്താണ് ഷെഡ് കെട്ടുന്നത്. എല്ലാ ചിലവും പഞ്ചായത്ത് വഹിക്കും. അക്കാര്യത്തിൽ വ്യക്തതയായി. അടുത്ത ചോദ്യം. പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, അത് അസുഖം വലിയ മാരകമായിട്ടുള്ള ക്യാൻസർ എല്ലാം ബാധിച്ചുള്ള അസുഖം ബാധിച്ചുള്ള ആളുകൾ ഈ ക്യാമ്പുകളിൽ കഴിയാതെ ബന്ധുവീടുകളിലും മറ്റും കഴിയുന്നുണ്ട്. അപ്പം ഗവൺമെൻറ് ഇപ്പം ചെയ്യുന്നത് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മാത്രം കൂടുതൽ പരിഗണന, നഷ്ടപരിഹാരമായാലും മറ്റ് കിറ്റുകളായാലും എല്ലാം ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മാത്രം കൊടുക്കുന്നു. എന്നാൽ ബന്ധുവീടുകളും മറ്റും താമസിക്കുന്ന ഈ കൂട്ടരെ കണ്ടെത്തി അവർക്ക് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇന്നലെ കൽപ്പറ്റ വില്ലേജ് ഓഫീസായിട്ട് ബന്ധപ്പെട്ട് കൽപ്പറ്റയിൽ ചൊയ്ലി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഷെട്ടി എന്ന് പറഞ്ഞ ആൾ, അയാൾ ക്യാൻസർ രോഗിയാണ്. അവർ താമസിക്കുന്നത് റിപ്പൺ എന്ന് പറഞ്ഞ സ്ഥലത്തും. പക്ഷേ അവർ വില്ലേജ് ഓഫീസിൽ കിറ്റ് കൊടുക്കുന്നുണ്ട് പറഞ്ഞ്, ഒരു കൂടുതൽ സാധനങ്ങളായിട്ടുള്ള കിറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വില്ലേജ് ഓഫീസായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരുടെ പേര് അതിലില്ല. അപ്പോൾ അങ്ങനെ 2 തരം രീതിയിൽ കാണുന്നത്, ഒരേ പൂർണ്ണമായിട്ടും എല്ലാ സാധനങ്ങളും നശിച്ചിട്ടുള്ള ഒരു ആളാണ്. ആദ്യം മുതലേ കേൾക്കുന്ന പരാതിയായിരുന്നു ഇത് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മാത്രമേ ദുരിതാശ്വാസ നിധിയുള്ളൂ. അതിൽ എന്താണ് വാസ്തവം? എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? അങ്ങനെയല്ല. ഇപ്പോൾ ഗവൺമെൻറ് നേരത്തെ ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ഫ്ലഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പലരും ആ സമയത്ത് കുറേ പേര് ക്യാമ്പിലേക്ക് മാറി, കുറേ ആൾക്കാർ സ്വന്തം വീടുകളിലേക്ക് മാറി. ഇങ്ങനെയൊക്കെയാണ് ആദ്യം മാറിയത്. ആ ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ക്യാമ്പുകളിൽ താമസിച്ച ആൾക്കാർക്കും അതേപോലെ തന്നെ ബന്ധു വീടുകളിൽ താമസിച്ച ആൾക്കാരെയും എല്ലാം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗമാണെങ്കിൽ ഇനി ബന്ധുവീട്ടിൽ താമസിച്ചാലും ക്യാമ്പിൽ താമസിച്ചാലും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഇവർക്കെല്ലാവർക്കും ലഭ്യമാക്കണമെന്ന് തന്നെയാണ് ഗവൺമെൻറ് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. ശരി, അടുത്ത ചോദ്യം. എൻ്റെ പേര് മനോജ്, ഞാൻ മുട്ടിൽ പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ക്ഷീര കർഷകനാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ വലിയ പ്രളയത്തിൽ വലിയ രീതിയിൽ വയനാട് ജില്ലയിലാകെ തന്നെ തീറ്റപ്പുൽ കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 250 ഹെക്ടറോളം ഭൂമി വെള്ളത്തിനടിയിലായിരുന്നു, തീറ്റപ്പുൽ കൃഷി വെള്ളത്തിനടിയിലായിരുന്നു എന്നുള്ളതാണ് കണക്കുകൾ. 10 ഏക്കറോളം തീറ്റപ്പുൽ കൃഷി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. എൻ്റെ പൂർണ്ണമായ തീറ്റപ്പുല്ല് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു നഷ്ടപരിഹാരത്തിന് അപേക്ഷ കൊടുക്കാൻ യാതൊരു വഴിയുമില്ലാത്ത അവസ്ഥയാണ് ആ ഒരു കാർഷിക മേഖല. കാരണം തീറ്റപ്പുൽ കൃഷിയെ കൃഷി വകുപ്പ് കൃഷിയായിട്ട് അംഗീകരിക്കുന്നില്ല. ക്ഷീരവികസന വകുപ്പിന് അങ്ങനെ ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ സ്വീകരിക്കുന്നതിന് പോലും സാധിക്കാത്തൊരവസ്ഥ നിലവിലുണ്ട്. ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കപ്പെടും? നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചോളത്തണ്ടിനെ ആശ്രയിച്ചിട്ടാണ് വയനാട്ടിലെ മറ്റ് സമീപ ജില്ലകളിലൊക്കെ തന്നെ കർഷകരുള്ളത്. അവരൊക്കെ തന്നെ വലിയ വില കൊടുത്തുകൊണ്ട് ചോളത്തണ്ട് വാങ്ങി ഈ പശുക്കളെ പോറ്റി വളർത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഞങ്ങൾക്ക് ഈ മേഖലയിലുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതയുണ്ടോ? ഇല്ലെങ്കിൽ വരും മാസങ്ങളിലൊക്കെ തന്നെ കടുത്ത തീറ്റപ്പുൽ ക്ഷാമം ഉണ്ടാവുകയും ക്ഷീരമേഖല ആകെ തന്നെ വലിയ ദുരിതത്തിലെത്തിച്ചു. ഈ മേഖലയെ പറ്റി ആധികാരികമായി പറയാൻ അറിയാവുന്ന ആളാകും MLA ശ്രീ ശശീന്ദ്രൻ. എന്താണ് സാർ മറുപടി? വലിയ രീതിയിലുള്ള കന്നുകാലികളുടെ നഷ്ടമുണ്ടായി എന്ന് പറയുന്നതും കന്നുകാലികളുടെ നഷ്ടത്തോടൊപ്പം തന്നെ കാലിത്തീറ്റ പുൽകൃഷി ഉൾപ്പെടെ നശിച്ചു എന്ന് പറയുന്നത് 100% ശരിയാണ്. ഗവൺമെൻറ് 2 രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 91 ടൺ കാലിത്തീറ്റയാണ് സൗജന്യമായിട്ട് വയനാട്ടിൽ ഇപ്പോൾ എത്തിച്ചു കൊടുത്തിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ യോഗം ചേർന്ന് മന്ത്രിയുടെ സ്ഥാനത്തിൽ യോഗം ചേർന്ന് കേന്ദ്ര ഡയറി വിഭാഗത്തോടു കൂടി സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാലിത്തീറ്റ പുൽ കൃഷി ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ കൃഷി ചെയ്താൽ ചീഞ്ഞു പോകും. അതുകൊണ്ട് ഒരു 2 മാസം കഴിഞ്ഞാലേ ചെയ്യാൻ വേണ്ടി കഴിയും. അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ സൗജന്യമായിട്ട് തന്നെ കാലിത്തീറ്റ പുല്ല് നേരത്തെ തന്നെ സൗജന്യമായിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് സൗജന്യമായിട്ട് എത്തിക്കാനുള്ള നിലപാട് സ്വീകരിക്കും. പക്ഷേ 2 മാസം കഴിഞ്ഞാലേ
കാലിത്തീറ്റ പുല്ല് കൃഷി ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ കന്നുകാലി നഷ്ടപ്പെട്ടവർക്ക് ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് നോംസ് അനുസരിച്ച് ഒരു പശു നഷ്ടപ്പെട്ടാൽ 30,000 രൂപയാണ് കൊടുക്കാൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് മാത്രം കർഷകന് നഷ്ടപരിഹാരം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയില്ല. മാർക്കറ്റ് വില ഗവൺമെൻറ് തന്നെ കണക്കാക്കിയിരിക്കുന്നത് 55,000 രൂപയാണ്. അപ്പോൾ അതിൽ എങ്ങനെ ഗവൺമെൻറ് സഹായം ഇവിടെ V4 വയനാട് എന്ന് പറഞ്ഞൊരു കളക്റ്റീവ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊരു യോഗം കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുന്നത്. ആ യോഗത്തിൽ ചർച്ചയിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. വയനാടിന്റെ പുനർനിർമ്മാണത്തിനായുള്ള വയനാട്ടിൽ നടക്കുന്ന പ്രത്യേക ചർച്ച ഒരുമിക്കാൻ മുന്നേറാൻ തുടരുകയാണ്. ക്ഷീരവികസന ഓഫീസർ ശ്രീമതി ഹർഷ, നേരത്തെ ഉണ്ടായ ചോദ്യമുണ്ടായിരുന്നുവല്ലോ, ഈ മേഖലയിലെ കാലിത്തീറ്റ മേഖല ആകെ തകർന്നു കിടക്കുന്നു, പശു സംരക്ഷണ മേഖല ആകെ തകർന്നു കിടക്കുന്നു, ഒരുപാട് പശുക്കൾ ചത്തുടങ്ങിയിരിക്കുന്നു, ആ മേഖല അമ്പാടെ തകർന്ന തരിപ്പണമായി കിടക്കുന്ന അവസ്ഥയുണ്ട്. എന്താണ് പരിഹാരമായി നിർദ്ദേശിക്കാനുള്ളത്? ഇപ്പം ക്ഷീരകർഷകരെ സംബന്ധിച്ചുള്ള പരിഹാരങ്ങൾ നമുക്ക് 3 ഘട്ടമായിട്ടാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ സർവൈവ് ചെയ്യുന്ന, അതായത് ഇപ്പം നിലനിൽക്കുന്ന കന്നുകാലികൾക്ക് സൗജന്യമായി ആഹാരം എത്തിക്കുക എന്നതാണ് ഇപ്പം ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട ഒരു കാര്യം. അതിനായിട്ട് നമ്മൾ MRDF, NDDB ഒക്കെ മുഖേന സൗജന്യമായി TMR, കാലിത്തീറ്റ, വൈക്കോല് തുടങ്ങിയവ വയനാട് ജില്ലയിലെ വിവിധ ക്ഷീരസഹകരണ സംഘങ്ങൾ മുഖേന വിതരണം ചെയ്തു വരുന്നുണ്ട്. ഇനി രണ്ടാം ഘട്ടത്തിൽ നമുക്ക് കർഷകർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് തൊഴുത്ത്, അതുപോലെ പലരുടെയും ഫാം എക്യുപ്മെന്റ്സ്, വെള്ളം കയറി ഇറങ്ങിയ പലരുടെയും കറവയന്ത്രം, റബ്ബർ മാറ്റ്, ഫാം ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒഴുകി പോയിട്ടുണ്ട്. പലരുടെയും തൊഴുത്ത് തകർന്നു പോയിട്ടുണ്ട്. ഏതാണ്ട് 64 തൊഴുത്തുകൾ പൂർണ്ണമായും 350ഓളം തൊഴുത്തുകൾ ഭാഗികമായും വയനാട് ജില്ലയിൽ തകർന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ധനസഹായത്തോടു കൂടി തന്നെ പുനർനിർമ്മിക്കുകയും തുടർന്ന് മൂന്നാം ഘട്ടത്തിൽ അവർക്ക് കന്നുകാലികളെ, ഇപ്പം നിലവിൽ 2 മാസത്തേക്ക് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കന്നുകാലികളെ വാങ്ങുന്നതിന് വിലക്കുണ്ട്, അസുഖങ്ങൾ പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തുടർന്ന് നമ്മൾ കിടാരികളെയും നല്ല ഇനം കന്നുകുട്ടികളെയും കർഷകർക്ക് ധനസഹായത്തോടെ, പ്രത്യേകിച്ച് നമ്മുടെ മാനന്തവാടി, കൽപ്പറ്റ മേഖലകൾ കഴിഞ്ഞ വർഷം മുതൽ സംസ്ഥാന സർക്കാർ സ്പെഷ്യൽ ഡയറി സോണായി കണ്ട് പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തി വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇനിയുള്ള പദ്ധതികളിലൂടെ ക്ഷീരകർഷകരുടെ നഷ്ടം നികത്താൻ സാധിക്കും. എന്താണ് അടുത്ത ചോദ്യം? കൂടുതൽ ഇപ്പോഴും ക്യാമ്പുകൾ കഴിയുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. പറയൂ. ഞാൻ വെണ്ണിയോട് നിന്നാണ് വരുന്നത്. വ്യാപാരികളെ പ്രശ്നമാണ്. ഞങ്ങളവിടെ തന്നെ ഒരു 37 കടകളിൽ വെള്ളം കയറി പറ്റ നശിച്ചു പോയിട്ടുണ്ട്. അതുപോലെ അതിന് തൊട്ടടുത്ത പ്രദേശത്ത് കോട്ടത്തറയിലും കടകൾ തന്നെ ഒഴുകി പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട MLA ഞങ്ങളെ യോഗം വിളിച്ചിരുന്നു. അതിൽ ഞങ്ങളെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ്, അതും ചെറിയ നാമമാത്ര കച്ചവടക്കാരാണ്, വലിയ കച്ചവടക്കാരല്ല, ചെറിയ കച്ചവടം, കൂട്ടി കച്ചവടം പോലുള്ള കച്ചവടം ചെയ്യുന്നവരാണ് അധികം ഈ പ്രദേശത്തിൽ ഈ ദുരിതം അനുഭവിച്ചത്. അപ്പോൾ അവർക്ക് ഈ ബാങ്കുകളിൽ നിന്നുള്ള ലോണിൻ്റെ കാര്യങ്ങളിൽ നിന്നൊരു ചെറിയൊരു അളവ്, ഇപ്പം ചെറിയ സംഘങ്ങൾ, ചെറിയ സഹകരണ ബാങ്കുകളിൽ നിന്നൊക്കെ ചെറിയ കുറികൾ പോലുള്ളതാണ് അടുത്തുള്ളത്, ലോണുകൾ കാര്യങ്ങളുണ്ട്. അതിനെന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പദ്ധതി ഉണ്ടാവണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇത് പറയാനുള്ളത്, 1981 കാലഘട്ടത്തിൽ ഡാമിൻ്റെ പണി നടക്കുന്ന കാലത്ത് പടിഞ്ഞാറത്തറയിലൊരു ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു അധ്യാപകന് ഈ ഡാം തകരുന്നതും അവിടുന്ന് വെള്ളം ഒഴുക്കി വിടുമ്പോൾ പരിപാടി ഒരു എക്സിബിഷൻ പോലെ പടിഞ്ഞാറത്തട്ട ടൗണിൽ അന്നത്തെ കാലത്തിൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അവിടെ ഒരു പദ്ധതി ഉണ്ടാക്കിയിരുന്നു. അതിനെതിരെ KSEB പിറ്റേത്തെ ആഴ്ച ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പടിഞ്ഞാറത്തറയും ഈ വയനാടും കംപ്ലീറ്റ് ഡാം കൊണ്ടുണ്ടാകുന്ന പുരോഗതിയാണ് കാണിച്ചത്. മുല്ലപ്പെരിയാറിൽ കേരളത്തിന് തമിഴ്നാട് പറ്റിച്ചതുപോലെ വയനാട്ടുകാർ യാതൊരു ഉപകാരമില്ലാത്തൊരു ഡാമാണ്. ജലസേചന പദ്ധതി പോലും നടക്കുന്നില്ല. ഒറ്റ കാര്യം പറയാം. പിന്നെ അതുപോലെ തന്നെ എന്നുണ്ടെങ്കിൽ ഈ ഡാം തുറന്നു വിട്ടതുകൊണ്ട് ഞങ്ങൾ വെള്ളപ്പൊക്കത്തിലാണ്. എല്ലാ കാലത്തും ഞങ്ങൾ ജനിച്ചപ്പോൾ മുതൽ കോട്ടത്തറക്കാരൊക്കെ വെള്ളപ്പൊക്കത്തിലാണ്. പക്ഷെ ഇത്രയും ഉയർന്ന നിലക്ക് പൊന്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഡാം തുറന്നു വിടുമ്പോൾ 15-ാം തീയതി അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു, 15-16 തീയതികളിൽ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ സാധനങ്ങൾ, കടയിലെ സാധനങ്ങൾ ആൾക്കാരെ മാറ്റുകയൊക്കെ ചെയ്തു. പിന്നെ നടക്കാൻ പോകുന്ന സംഭവം വെച്ചാൽ ഈ KSEB എന്ത് പറയുന്നത്, ഇനി ഡാം തുറന്നു വിടുന്നുണ്ടെന്ന് പെട്ടെന്ന് പറയും. അനൗൺസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ എടുത്ത് 2-ാം നിലയിലേക്ക് മാറ്റേണ്ടി വരും പെട്ടെന്ന്. ഇനി മുന്നോട്ടുണ്ടാകുന്ന അവസ്ഥ. ഒറ്റ മിനിറ്റ്, ഒരു കാര്യം കൂടെ. അതുകൊണ്ട് ഇനി അത് കൃത്യമായി മഴയുടെ അളവ്, കൃത്യമായി എത്ര ഇഞ്ചാണോ ഡാം പൊക്കുന്നത്, അതുകൊണ്ട് ഉണ്ടാകുന്ന വെള്ളത്തിന്റെ ശല്യം എത്രയാണോ എന്നുള്ളത് കൃത്യമായിട്ട് ജനങ്ങൾ അറിയിക്കാനുള്ള ഒരു പദ്ധതി എല്ലാ മേഖലയിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ജനപ്രതിനിധികൾ ഉണ്ടാവാറുണ്ട്.
എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഞാൻ കുപ്പാടിത്തറയിൽ നിന്നാണ് വരുന്നത്. വയനാട്ടിലെ പ്രളയം ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കുപ്പാടിത്തറയിലെ കുറുമണി എന്ന് പറയുന്നത്. ഇവിടെ ഓരോരുത്തർ ചർച്ച ചെയ്തിട്ടുണ്ട്, അത് കൃഷിനാശം വന്നിട്ടുണ്ട്, ഓരോ പശുക്കൾ ചത്തൊടുങ്ങി, അങ്ങനെയുള്ള ചർച്ചകളാണ് ഇവിടെ വന്നത്. പക്ഷേ ഈ കൃഷിനാശവും ഈ പശുക്കൾക്ക് ചത്തൊടുങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണമായ പടിഞ്ഞാറത്ര ബാണാസുര സാഗർ ഡാം തുറന്നുവിട്ടതിൽ അനാസ്ഥ ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. കാരണം ഒരു സുപ്രഭാതത്തിൽ രാത്രി പോകുമ്പോൾ മുട്ടിനൊപ്പം വെള്ളം ഉണ്ടായിരുന്നത് പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ എൻ്റെ വീടിന് മുറ്റത്താണ് വെള്ളം ഉണ്ടായിരുന്നത്. വീടിൻ്റെ മുറ്റത്ത് വെള്ളം ഉണ്ടായെന്ന് വെച്ചാൽ സാധനങ്ങൾ എടുത്തു മാറ്റുമ്പോൾ മുട്ടിനൊപ്പം വെള്ളം. ആദ്യം ഞങ്ങൾ ടേബിളിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കും. ഒരു വീട്ടിൽ ചെന്ന് ഞങ്ങൾ ടേബിളിൻ്റെ മുകളിലേക്ക് സാധനങ്ങൾ എടുത്തു വെച്ചു. അപ്പോൾ മുട്ടിനൊപ്പം വെള്ളം ഉണ്ടായിരുന്നില്ല ആ വീട്ടിൽ. കുറച്ച് കഴിയുമ്പോൾ അരയ്ക്കൊപ്പം വെള്ളമായി. അപ്പോൾ ടേബിളിൽ നിന്ന് എടുത്ത് ഞങ്ങൾ ബെർത്തിൻ്റെ മുകളിൽ വെച്ചു. കുറച്ച് കഴിയുമ്പോൾ നെഞ്ചിനൊപ്പം വെള്ളമായി. ആ ടേബിളിന് ബെർത്തിൻ്റെ മുകളിൽ എടുത്ത സാധനം എടുത്ത് ഞങ്ങൾ വെള്ളത്തിൽ കൂടി മറ്റൊരു വീട്ടിലെ കൊണ്ടിട്ടാക്കി. അപ്പോൾ ഡാം തുറന്നതിൽ അനാസ്ഥയാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രളയം ഉണ്ടായ ഏറ്റവും സാധനം. അക്കാര്യം ഒരുപാട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ലെങ്കിലും ഗഗാറിൻ, ഇനി ഇതുവരെ ഉണ്ടായത് എന്ത് സംഭവിച്ചത് പോകട്ടെ, ഇനി അത്തരത്തിൽ ഒരു പിടിപ്പുകേട് ഉണ്ടായി എന്ന ആരോപണം ശരിയാണെങ്കിൽ അത് ഉണ്ടാവാതിരിക്കാൻ നോക്കേണ്ടതില്ലേ? 80% ബാണാസുര സാഗറിൽ വെള്ളം നിർത്തിക്കൊണ്ട് ബാക്കി ഒഴുക്കിക്കളയണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. അത് ഇനിയെങ്കിലും നടപ്പാക്കേണ്ടതല്ലേ ശ്രീ ഗഗാറിൻ? തീർച്ചയായും ബാണാസുര ഡാം തുറന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദ ചർച്ച നടന്നിരുന്നു. അത് സംബന്ധിച്ച് KSEBയുടെയും ഗവൺമെൻറ്റേയും ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങൾ വന്നു കഴിഞ്ഞതാണ്. ഗവൺമെൻറ് അത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് തന്നെ അത് സംബന്ധിച്ച് ഗവൺമെൻറ് നിലപാടും അതിലുണ്ടായിട്ടുള്ള കാര്യങ്ങളും വിശദമാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡാമിനെ സംബന്ധിച്ച് തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡാമിൻ്റെ ഉപയോഗം വയനാട്ടുകാർക്ക്, ഡാമിലൂടെ കുറ്റ്യാടിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതെങ്കിലും ഒരു പ്രദേശത്ത്, ഇപ്പോൾ ഇടുക്കിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇടുക്കിക്കാർക്ക് വേണ്ടി മാത്രമല്ല, അതുപോലെ ഈ ഡാം കൊണ്ടുള്ള ഉപയോഗം വയനാട്ടുകാർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ആളുകൾക്ക് ഉപകാരപ്രദമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഡാമിൻ്റെ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ആശങ്കയില്ലാത്ത വിധം ഇപ്പോൾ ഒരു ഘട്ടത്തിൽ, ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് സംബന്ധിച്ച് വിമർശനം ഉയർന്നു വന്നപ്പോൾ ജില്ലാതലത്തിൽ മന്ത്രി അടക്കം പങ്കെടുത്ത യോഗത്തിൽ ചർച്ച ചെയ്ത് തുടർന്ന് അങ്ങോട്ട് അതിൻ്റെ പാലിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഈ തവണ തന്നെ പാലിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ ജാഗ്രതയോടുകൂടി മാത്രമേ ഭാവിയിലും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പാടുള്ളൂ എന്നുള്ള നിലക്ക് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാടുണ്ടായിട്ടുള്ളത്. ഉറപ്പ് ഇപ്പോൾ തന്നെ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഡാം തുറന്നു വിട്ടതിൻ്റെ ദുരന്തമനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേര് സെബാസ്റ്റ്യൻ, ഞാൻ പനമരത്താണ്. തീർച്ചയായും ഈ ഡാം തുറന്നതുകൊണ്ടാണ് 4-5 പഞ്ചായത്തിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കേണ്ടി വന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഡാം അതോറിറ്റിയിൽ നിന്ന്, ബന്ധപ്പെട്ട ഡിപ്പാർട്ടിൽ നിന്ന് ഈ ബന്ധപ്പെട്ടവരുടെ നഷ്ടം വാങ്ങിക്കൊടുക്കുവാൻ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ശ്രമിക്കുമോ? അതോടൊപ്പം തന്നെ ഒരുപാട് കുടുംബങ്ങൾ വഴിയാധാരമായിട്ടുണ്ട്, സ്വന്തമായി സ്ഥലമില്ല, വീട് വെക്കാൻ നിവർത്തിയില്ല. ഇവർക്ക് ഇപ്പോൾ പുനരധിവാസത്തിൽ ഇവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള സ്ഥലം കൊടുക്കാൻ സാധിക്കുമോ? ഈ 2 കാര്യങ്ങളൊന്നും അറിയണം. പിന്നെ ഡാം അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും തെറ്റ് സംഭവിച്ചു എന്നുള്ളത് ബോധ്യമാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നോട്ടീസ് എടുത്തുവെന്ന മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ വായിച്ചു കേട്ടതാണ്. അപ്പം നഷ്ടം ഞങ്ങൾക്ക് തരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. ശ്രീ പി യു ദാസ്, ഇപ്പോൾ കാണുന്നൊരു പ്രശ്നം വലിയ തോതിൽ മണ്ണ് നിരങ്ങി മാറുന്ന സാഹചര്യം, വലിയ കെട്ടിടങ്ങളടക്കം ഇടിഞ്ഞ് താഴുന്ന സാഹചര്യം, വയലുകൾ പൊങ്ങി വരുന്ന സാഹചര്യം, കിലോമീറ്ററുകൾ ഇല്ലാതാവുന്ന സാഹചര്യം. എന്തൊരു അസാധാരണമായ സാഹചര്യമാണ് വയനാടിന്റെ ഭൂമിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലവർഷക്കാലത്ത് വയനാട് ജില്ലയിൽ പ്രധാനമായിട്ടും 4 പ്രതിഭാസങ്ങളാണ് കണ്ടത്. ഒന്ന്, ഉരുൾപൊട്ടൽ. ഏകദേശം ജില്ലയിലെ 244 കേസുകളാണ് മൊത്തം റിപ്പോർട്ട് ചെയ്തത്. അതിനകത്ത് 45 ഉരുൾപൊട്ടൽ കേസുകളുണ്ടായിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള. അതോടൊപ്പം തന്നെ മലയിടിച്ചിൽ, ഏറ്റവും കൂടുതൽ പ്രശ്നം ഇപ്പോൾ 4 പേര് മരിക്കുന്നതിനിടയാക്കിയിട്ടൊരു സാഹചര്യവും മലയിടിച്ചിലാണ്. 149 കേസുകളാണ് മലയിടിച്ചിലിവിടെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു രൂക്ഷമായിട്ടൊരു പ്രതിഭാസമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്, കഴിഞ്ഞ അടുത്ത കാലത്തൊന്നും വയനാട്ടിൽ ഉണ്ടാവാത്തൊരു പ്രതിഭാസമായിരുന്നു. പണ്ട് ഒരു 10 വർഷം മുൻപ് മേപ്പാടിയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ്. മേപ്പാടിയിൽ ഇതുപോലൊന്നും ഉണ്ടായിരുന്നു. ഭൂമി വിണ്ട് കീറി ഇടിഞ്ഞു താന്ന് തൊട്ടടുത്ത വയലിലേക്ക് നിരങ്ങി നീങ്ങുന്നൊരു പ്രതിഭാസം. ഏകദേശം ഒരു 2-3 വർഷമെങ്കിലും വേണ്ടി വരും ചുരുങ്ങിയത് ആ സ്ഥലം വീണ്ടും ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കിട്ടുന്നതിനായിട്ട്. അതുവരെ അവിടെ താമസിക്കാൻ യോഗ്യമല്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ജില്ലയിൽ തന്നെ വിവിധ പ്രദേശങ്ങളിലായിട്ട് 50ഓളം കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, പരിശോധിച്ചിരിക്കുന്നത്. ആ 50 കേസുകളിലും അതിൻ്റേതായിട്ടുള്ള വളരെ തീക്ഷ്ണമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുള്ളത് തൃശ്ശിലേരി വില്ലേജിനകത്തുണ്ടായിട്ടുള്ള ഒരു പ്ലാമൂല എന്ന് പറഞ്ഞാൽ ഏകദേശം 50 ഏക്കർ സ്ഥലമാണ് അവിടെ നഷ്ടപ്പെട്ടത്. ഒരുപാട് വീടുകളും തകർന്നിട്ടുണ്ട്. ഈ ഒരു പ്രതിഭാസം ഉണ്ടായിട്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്,
അതിശക്തമായിട്ടുള്ള ചുരുങ്ങിയ സമയത്ത് ഉണ്ടായിട്ടുള്ള തീവ്രമായിട്ടുള്ള മഴയിൽ മണ്ണ് കുതിർന്ന് വാട്ടർ സാച്ചുറേറ്റഡ് ആയതും അതോടൊപ്പം തന്നെ അതിൻ്റെ താഴെയുള്ള വയൽ പ്രദേശം പഴയ ഒരു കുരവ സ്ഥിതി, വയനാടിൻ്റെ ഭാഷ എന്ന് പറയുന്നത് കുരവ എന്ന് പറയുന്നത്, അതായത് വളരെ മാർഷ്യലായിട്ടുള്ളൊരു സ്ഥിതി, ചതുപ്പ്, ആ ചതുപ്പിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു.